നമസ്കാരം. പശ്ചിമ ബംഗാളിലെ കുച്ച് ബിഹാർ ജില്ലയിൽ ചൊവ്വാഴ്ച വൈകുന്നേരം തൃണമൂൽ കോൺഗ്രസിന്റെയും BJPയുടെയും പ്രവർത്തകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായ നിസിത് പ്രമാണിക്ക് അഭിസംബോധന ചെയ്ത ഒരു പൊതുയോഗം സമാപിച്ച ഉടൻ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ മന്ത്രിയായ ഉദൻ ഗുഹയുടെ നേതൃത്വത്തിൽ ദിൻഹദ ബസാർ ഏരിയയിൽ ഒരു റാലി ആരംഭിക്കാനിരിക്കെയാണ് പ്രവർത്തകർ തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടായത്. പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ TMCയുടെ റാലി നടക്കുന്ന പ്രദേശത്തേക്ക് എത്തിയപ്പോൾ കേന്ദ്രമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ കല്ലേറുണ്ടാവുകയായിരുന്നു. ഇതേ തുടർന്ന് BJPയുടെ പ്രവർത്തകർ പ്രകോപിതരായി. തുടർന്ന് അത് ഏറ്റുമുട്ടലിലേക്കും സംഘർഷത്തിലേക്കും വഴിമാറുകയായിരുന്നു. എന്തായാലും സംഘർഷം തടയാൻ ഇടപെട്ട പോലീസുകാർക്കും കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിയും തമ്മിലുള്ള തർക്കം സംബന്ധിച്ച് ഗവർണർ CV ആനന്ദ ബോസ് സംസ്ഥാന പോലീസ് മേധാവിയോട് നിലവിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. രാജ്ഭവൻ തന്നെയാണ് ഈ ഒരു വിവരം പുറത്തുവിട്ടിരിക്കുന്നതും. എന്തായാലും സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ സൈന്യത്തെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. കലാപം ആളിപ്പടർന്നാൽ തീർച്ചയായും അത് നിരോധനാജ്ഞ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കൊണ്ടുപോകുമെന്ന് ഉറപ്പാണ്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബംഗാളിൽ വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും അത്തരത്തിലുള്ള അക്രമ സാധ്യതകളൊക്കെ മുന്നിൽ കാണുന്നുണ്ട്. നിലവിൽ എന്തായാലും വലിയ സുരക്ഷാ വിന്യാസമാണ് ഈ പ്രദേശത്ത് ഒരുക്കിയിരിക്കുന്നത്. BJPയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും പ്രവർത്തകർ രണ്ട് കൂട്ടർക്കും വലിയ രീതിയിലുള്ള പരിക്കേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളം.